ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ്. ഈ നല്ല ദിനത്തിൽ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. അതോടൊപ്പം ശുഭദിന ആശംസകൾ നേരട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം ഉൽപ്പത്തി പുസ്തകം 36-ാമത്തെ അധ്യായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അധ്യായം ദയവായി നിങ്ങൾ വായിക്കണം. മനോഹരമായിരിക്കുന്ന സത്യങ്ങൾ ദൈവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആധാരമായി ആവേശമായി ഈ അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. ഏശാവും യാക്കോബും വ്യത്യസ്തങ്ങളായ രണ്ട് വ്യവസ്ഥിതികളെ അല്ലെങ്കിൽ സിസ്റ്റത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ഒന്ന് ലൗകികമായ ഒരു വ്യവസ്ഥിതി, മറ്റേത് ദൈവികമായ ഒരു വ്യവസ്ഥിതി. ഏശാവ് ലൗകികമായ വ്യവസ്ഥയുടെയും യാക്കോബ് ദൈവികമായ വ്യവസ്ഥയുടെയും പ്രതിനിധികളായിട്ടാണ് ഇരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവുക എന്ന് പറയുന്നത് അനുവദനീയമല്ല. പല ആളുകളും ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും, പക്ഷേ ഒരുമിച്ച് കൊണ്ടുപോകില്ല. വൈരുദ്ധ്യമായ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്? ഇരുവരും ബഹുസമ്പന്നരാണ്. ദൈവം രണ്ടുപേരെയും അനുഗ്രഹിച്ചു. കനാൻ ദേശം അവർക്ക് മുൻപിൽ കിടക്കുന്നു, വിശാലമായി കിടക്കുന്നു. എന്നാൽ ദൈവം കനാൻ ദേശം യാക്കോബിൻ്റെ സന്തതിക്ക് വാഗ്ദത്തം ചെയ്തതാണ്. യാക്കോബ് വാഗ്ദത്ത ഭൂമി വിട്ടു പോകേണ്ട ആവശ്യമില്ല. ദൈവം ഏശാവിന് കനാൻ നാട് വാഗ്ദത്തം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഏശാവ് അത് മനസ്സിലാക്കി. ഏശാവ് എന്ത് ചെയ്തു? തൻ്റെ ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൂട്ടി ദൂരദേശത്തേക്ക് യാത്രയായി. അവർ സെയീറിൽ ചെന്ന് പാർത്തു. അങ്ങനെ സെയീർ ഏശാവിൻ്റെ വകയായി. അക്കാര്യം ദൈവം അംഗീകരിച്ചു. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, സെയീർ ഞാൻ ഏശാവിന് നൽകിയിരിക്കുന്നു, അതിൽ കാല് കുത്തുവാൻ പോലും നിങ്ങൾക്ക് സ്ഥലം തരികയില്ലെന്നാണ്. സെയീർ ഞാൻ ഏശാവിൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നു, അതിൽ ഒരു കാല് കുത്താൻ പോലും സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരികയില്ല. ദൈവം നീതിമാനാണ്. കനാൻ നാട് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തപ്പോൾ ഏശാവിനെ ഒന്നുമില്ലാത്തവനായി വിട്ടില്ല. സെയീർ മല ഏശാവിന് അവകാശമായി കൊടുത്തു. ദൈവം ഏശാവിന് ധാരാളം അനുഗ്രഹം നൽകി. വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ 12 പ്രഭുക്കന്മാർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഏശാവിന് 12 പ്രഭുക്കന്മാരുണ്ടായി എന്നുള്ളതാണ്. യാക്കോബിൻ്റെ സന്തതിയിൽ നിന്നും ഇസ്രായേലിന് ജനമുണ്ടായി. ദൈവം ആരോടും കടംപെട്ടിട്ടില്ല. ഏശാവിനെ അനുഗ്രഹിച്ച ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം ഏശാവിനും അനുഗ്രഹം കൊടുത്തു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഏശാവിന് ദൈവം കൊടുത്തത് ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്, ഭൗതിക അനുഗ്രഹങ്ങളാണ്. യാക്കോബിന് ദൈവം നൽകിയതോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്, ആത്മീക അനുഗ്രഹങ്ങളാണ്. ഈ ഭൂമി അവന് നൽകി, കനാൻ നാട് അവന് നൽകി എന്നുള്ളത് ശരിയാണെങ്കിലും പാലും തേനും ഒഴുകിയ ദേശം നൽകിയതോട് ഒപ്പം തന്നെ അവർക്ക് ദൈവവചനം നൽകി, അവർക്ക് ദൈവാലയം നൽകി, അവർക്ക് പുരോഹിതന്മാരെ നൽകി, അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ധാരാളമായിട്ട് നൽകി. യാക്കോബ് ഏശാവും തമ്മിൽ വേർപിരിഞ്ഞു. പിന്നെ അവരൊരു നാട്ടിലല്ല. ഒരാൾ കനാൻ നാട്ടിലും മറ്റേ ആൾ ഏശാവിന് ദൈവം കൊടുത്തതായിരിക്കുന്ന സെയീർ പർവ്വതത്തിലും അവർ കുടിയേറി. അവർ തമ്മിൽ പിന്നെ കണ്ടുമുട്ടുന്നത് ഇസ്ഹാക്ക് മരിച്ച സന്ദർഭത്തിലാണ്. ഇസ്ഹാക്കിൻ്റെ ശവസംസ്കാരത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഏശാവും യാക്കോബും ചേർന്ന് അത് നടത്തിയെന്നാണ്. ഏശാവും യാക്കോബും ചേർന്ന് നടത്തി. അബ്രഹാം മരിച്ചപ്പോഴും അങ്ങനെയായിരുന്നു. ഇസ്ഹാക്കും ഇസ്മായിലും ചേർന്നാണ് അത് നടത്തിയത്. മരണമെന്ന് പറയുന്നത് ബന്ധങ്ങളെ അടുപ്പിക്കുന്ന, ആളുകളെ അടുപ്പിക്കുന്ന ഒരു വലിയ സംഭവമാണ് മരണമെന്ന് പറയുന്നത്. ഇസ്ഹാക്കും ഇസ്മായിലും ചേർന്ന് അവിടെ അടുത്തതുപോലെ തന്നെ ഇവിടെ ഇസ്ഹാക്കും മരിച്ചപ്പോൾ യാക്കോബും ഏശാവും ചേർന്ന് അടക്കി. യാതൊരു വിരോധവുമില്ല. കണ്ടാൽ ഉടനെ യുദ്ധം ചെയ്യാനല്ല. ദുഃഖത്തിൽ എല്ലാവരും തുല്യരാണ്. മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ എന്നാണ്. അതായത് കഴിച്ചു മൊഴിച്ചു നിൽക്കുന്നതായിരിക്കുന്ന കുന്നുകളെ അടിച്ചു നിരത്തുന്ന ബുൾഡോസറാണ് മരണമെന്ന് പറയുന്നത്. മരണത്തെങ്കിൽ എല്ലാവരും തുല്യരാണ്. അതുപോലെ പല കാര്യങ്ങളിലും വ്യത്യസ്തരാണെങ്കിലും മരണത്തെങ്കിൽ ആളുകൾ തുല്യരാണെന്ന് മാത്രമല്ല, ബന്ധങ്ങൾ മരണത്തെങ്കിൽ അത് നന്നാകുന്നു. അവിടെ വിരോധങ്ങൾ മറക്കുന്നു, വാശിയും വൈരാഗ്യം വിട്ടുകളയുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അന്യോന്യം ആശ്വസിപ്പിക്കുകയും ശവസംസ്കാര ശുശ്രൂഷ ഭംഗിയായി നടത്തുകയും ചെയ്യുന്നു. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല ചെയ്യുന്നത്. ശവം വെച്ച് വിലപേശുന്ന ആളുകളുണ്ട്. ചില മക്കൾ തന്നെ സ്വത്തിൻ്റെ ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് അപ്പനെ അടക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ചില വൈരാഗ്യങ്ങൾ. അങ്ങനെയല്ല എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. എത്ര വിരോധമുള്ളവരായിരുന്നാലും എത്ര ശത്രുക്കളായിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നാം ഒരുമിച്ച് ചേർന്ന് അവരുടെ ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തുക എന്നുള്ളത് മാന്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് എ ക്രിസ്ത്യൻ സ്പിരിറ്റ്. അതാണ് ക്രിസ്തീയ മനോഭാവം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ വിരോധങ്ങളെല്ലാം മറന്ന്
നമ്മുടെ ബന്ധങ്ങളിൽപ്പെട്ടവർ, ചാർച്ചകളിൽപ്പെട്ട സഹോദരന്മാർ, എല്ലാ വീട്ടുകാരും ചേർന്ന് മരണസമയത്ത് ദുഃഖത്തിയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും മരണാനന്തര കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ടതാണ്. ചില ആളുകൾ അങ്ങനെ സഭ വിട്ടുപോയാൽ പിന്നെ അവരുടെ അടക്കത്തിന് പോലും കയറിയില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. സഭ വിട്ടുപോയാൽ പിന്നെ അങ്ങനെയല്ല. മരണമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്, ദുഃഖത്തിൻ്റെയും വേദനയുടെയും ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മുടെ വാശികളും വൈരാഗ്യങ്ങളും പ്രകടമാക്കുവാനുള്ള സന്ദർഭമല്ല. അവിടെ നമ്മുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും വിട്ട് ഒരുമിച്ച് വന്ന് ദുഃഖത്തിൽ പങ്കുചേർന്ന് ചെയ്യേണ്ട കർമാദികൾ ചെയ്യണം. അങ്ങനെ നല്ല മനുഷ്യരായിട്ട് തീരുവാനും നല്ല മനുഷ്യരായി പെരുമാറുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖകരമായിരിക്കുന്ന അവസ്ഥകളിൽ നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളും സ്നേഹിതന്മാരും അവരെ കണ്ട് അവരെ ആശ്വസിപ്പിച്ച് അവരോട് ആശ്വാസവാക്ക് പറഞ്ഞ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവം നമുക്ക് ബുദ്ധിയുപദേശം നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.